സർ 70,000 പിന്നിട്ടിരിക്കുന്ന സ്വർണ്ണവില ഇത്ര കൂടാൻ കാരണം എന്താണ്? എനിക്ക് തോന്നുന്നത് ലോക സമ്പദ് വ്യവസ്ഥയിലെ അനിശ്ചിതത്വങ്ങൾ, അത് നമ്മുടെ ഉക്രൈൻ വാറിനോ അതുപോലെ തന്നെ പലസ്തീൻ പ്രശ്നം അടക്കം ലോക സമ്പദ് വ്യവസ്ഥയിൽ വലിയ അനിശ്ചിതത്വങ്ങൾ തുടർന്നു വരികയാണ്. അതോടൊപ്പമാണ് ഇപ്പോൾ നമ്മുടെ ട്രംപ് തുടങ്ങി വെച്ച വ്യാപാര യുദ്ധം. അപ്പോൾ ഈ സാഹചര്യത്തിൽ സമ്പത്ത് സൂക്ഷിക്കുന്നതിനുള്ള ഏറ്റവും സുരക്ഷിതമായ ഒരു മാർഗമായി സ്വർണം മാറിയിട്ടുണ്ട്. അതാണ് സ്വർണ്ണവില ഇത്രമാത്രം ഉയരുന്നതിനുള്ള പ്രധാന കാരണം എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം വരെ സ്വർണ്ണവില 50,000-ലേക്ക് കൂപ്പുകുത്തുമോ എന്ന് വിചാരിക്കുന്നിടത്താണ് വീണ്ടും അത് ഉയരുന്നത്. ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ പെട്രോളിൻ്റെ വിലയിലൊക്കെ വളരെയധികം ഒരു മാറ്റം ഉണ്ടാകുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉക്രൈൻ വാർ, അതല്ലെങ്കിൽ പലസ്തീനിൽ ഒരു സമാധാനം സ്ഥിതി ഉണ്ടാകുന്നു. അതുമല്ലെങ്കിൽ ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ തീരുവകൾ അദ്ദേഹം പിൻവലിക്കാൻ അദ്ദേഹത്തിൻ്റെ മേൽ വലിയ സമ്മർദ്ദങ്ങളുണ്ട്. കാരണം ചൈന ഇന്നിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളോട് ഒരു സഖ്യം ചേരാൻ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റിലെ ഇന്നത്തെ ഈ ഇടിവ് കുറയുകയും ഷെയർ മാർക്കറ്റ് പതുക്കെ പതുക്കെ ഉയരുന്നതോടുകൂടി ആ സ്വർണത്തിന്മേലുള്ള ഈ സമ്മർദ്ദം, അതായത് സ്വർണ്ണവില വർദ്ധിക്കാനുള്ള സാധ്യത ഒരുപക്ഷെ കുറയാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. ഒരു പവന് 1 ലക്ഷം ആകുമോ ഇങ്ങനെ പോയാൽ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ മുൻപേ പറഞ്ഞ ഈ മാറ്റങ്ങളൊക്കെ തീർച്ചയായിട്ടും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ സ്വർണ്ണവില ഉയർന്നു നിൽക്കുമ്പോൾ സ്വാഭാവികമായും പൂഴ്ത്തി വെച്ചിട്ടുള്ള സ്വർണമൊക്കെ പുറത്തെടുക്കാനും അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. അത് ഒരു പരിധിവരെ സ്വർണത്തിൻ്റെ വില കുതിച്ച് കയറുന്നതിൽ നിന്ന് വിപണിയെ തടയുകയും അത് ഒരു പരിധിവരെ സ്വർണത്തിൻ്റെ വില ഇനി ഒരുപാട് മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടയാനും ഉള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. യാതൊരു കാരണവശാലും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഒരു ലക്ഷം രൂപയിലേക്ക് ഒരു പവൻ സ്വർണം എത്തും എന്ന് ഞാൻ കരുതുന്നില്ല. സർ, ഇപ്പോൾ സ്വർണം വാങ്ങുന്നവരോടും വിൽക്കുന്നവരോടും എന്താണ് പറയാനുള്ളത്? അസറ്റ് എന്ന നിലയിൽ കൂടുതൽ സ്വർണം വാങ്ങി വെച്ചാൽ ഗുണമാകുമോ? ഒപ്പം വില കൂടിയതിനാൽ ഉള്ള സ്വർണം വിറ്റാൽ ദോഷം ചെയ്യുമോ? അതോ നല്ലതാണോ? സ്വർണത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ, അതായത് സ്വന്തം സമ്പത്ത് മുഴുവൻ തന്നെ സ്വർണത്തിൽ കേന്ദ്രീകരിക്കുന്നത് അബദ്ധമായി തീരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം വിവാഹാവശ്യങ്ങൾ അടുത്ത കാലത്ത് വരാൻ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ഉദാഹരണമായിട്ട് ഒരു വർഷത്തിനുള്ളിൽ മക്കളുടെ വിവാഹം നടത്തി കൊടുക്കേണ്ടതായ ഒരു സാഹചര്യമുള്ളവരെ സംബന്ധിച്ച് ഇപ്പോൾ സ്വർണം കൂടുതൽ വാങ്ങി വിൽക്കുന്നത് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യുന്നതാണ്. അതേസമയം വെറൊരു മുതൽ മുടക്ക് എന്നുള്ള രീതിയിൽ സ്വർണത്തെ കണ്ട് മുഴുവൻ പണവും സ്വർണത്തിൽ തന്നെ നിക്ഷേപിക്കുന്നത് ഒരുപക്ഷെ അബദ്ധത്തിൽ ചെന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി സ്വർണ്ണവില കുറയാനുള്ള സാധ്യത കാണുന്നുണ്ടോ സാർ? സ്വർണ്ണവില കുറയാനുള്ള സാധ്യത ഈ സമീപ ഭാവിയിൽ എന്തായാലും ഞാൻ കാണുന്നില്ല. കാരണം ഈ മുൻപ് പറഞ്ഞ അനിശ്ചിതത്വങ്ങൾ, ഉദാഹരണമായിട്ട് വ്യാപാര രംഗത്തെ ഈ തീരുവകളിലെ പ്രശ്നങ്ങൾ, ഉക്രൈൻ വാറ്, അതുപോലെ തന്നെ പലസ്തീൻ പ്രശ്നം, ഇവയുടെയൊക്കെ പരിഹാരം ഒരുപക്ഷെ ഉണ്ടാവുകയാണെങ്കിൽ ലോക സമ്പദ് വ്യവസ്ഥ വളർച്ചയുടെ ഒരു പാതയിലേക്ക് എത്തുകയും അതോടുകൂടി നമ്മുടെ ഓഹരി വിപണിയിലെ അനിശ്ചിതത്വങ്ങൾ മാറുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ സ്വർണ്ണവില വലിയ മാറ്റമില്ലാതെ തുടരാനാണ് സാധ്യത. ഒരുപക്ഷെ ഒരു ചെറിയ ഇടിവ് തന്നെ ഉണ്ടായേക്കാം. പക്ഷേ അതിനെയൊക്കെ സ്വാധീനിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം.
പകരത്തിന് പകരം തീരുവ അമേരിക്ക നടപ്പാക്കിയത് സ്വർണ്ണവിലയെ ഗുണകരമായാണോ ദോഷകരമായാണോ ബാധിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും സ്വർണം സൂക്ഷിക്കുന്നവരെ സംബന്ധിച്ച്, സ്വർണം ഉള്ളവരെ സംബന്ധിച്ച് ഇത് ഗുണകരമായി മാറി. കാരണം സ്വർണത്തിന്റെ വില വർദ്ധിച്ചു. നേരെ മറിച്ച് സ്വർണം ഉപഭോഗം ചെയ്യേണ്ടത്, സ്വർണം വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ദോഷകരമായാണ് ബാധിച്ചിരിക്കുന്നത്. സ്വർണത്തിന്റെ വില അടിക്കടി കൂടുന്നത് കേരളത്തിന്റെ സാമൂഹിക വ്യവസ്ഥയും സാമ്പത്തിക വ്യവസ്ഥയും എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം ഇന്ത്യയിൽ തന്നെ സ്വർണ്ണ ഉപഭോഗം ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാവപ്പെട്ട ആൾക്കാർ പോലും അവരുടെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ കരുതി വെക്കുന്നത് സ്വർണമാണ്. സ്വർണത്തിൻ്റെ എത്ര പവൻ സ്വർണം കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു കരാർ ഏർപ്പെട്ട് ഒരു വർഷത്തിനുള്ളിലൊക്കെ വിവാഹം നടത്താം എന്ന് പ്രതീക്ഷിച്ചവരെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണവില ഒരു വലിയ ഇടുത്തിയായി അവരുടെ മേൽ വീണിരിക്കുകയാണ്. 35 പവനോ അതല്ലെങ്കിൽ 40 പവനോ സ്വർണം കൊടുക്കാം എന്ന് ഏറ്റിരുന്നവർക്ക് ആ വാഗ്ദാനം ഇന്ന് പാലിക്കാൻ കഴിയാതായിരിക്കുകയാണ്. ഇത് ഒരുപാട് കുടുംബങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ താഴ്ന്ന മധ്യവർഗം, പാവപ്പെട്ടവർ, ഇവരുടെയൊക്കെ കുടുംബങ്ങളിൽ വലിയ അനിശ്ചിതത്വവും അസമാധാനവും ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് സ്വർണം പണയം വെച്ചിട്ടുള്ളവരെ സംബന്ധിച്ച് ഉയർന്ന സ്വർണ്ണവില വന്നതോടുകൂടി ഈ പണയ സ്വർണം എങ്ങനെയും എടുക്കണം. അത് എടുത്ത് ഈ സമയത്ത് തന്നെ അത് മറിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കൂടുതൽ പണം ഉണ്ടാക്കാനൊക്കും, അതല്ലെന്നുണ്ടെങ്കിൽ കടം വീട്ടാനൊക്കും എന്നുള്ള സാധ്യതകൾ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പണയം എടുക്കുന്നതിന് വേണ്ടി ആ പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഇപ്പോൾ പത്രങ്ങളിലൊക്കെ പരസ്യമുണ്ട്, പണയ സ്വർണം എടുക്കുന്നതിന് വേണ്ടി സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് ഉള്ള പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ കൊള്ളപ്പലിശയുടെ ഒരു പങ്കുണ്ട്. കാരണം ഇത്തരത്തിൽ ആൾക്കാരെ സഹായിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന വരുമാനം നേടാം എന്നുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം, നമ്മുടെ കേരള സമ്പദ് വ്യവസ്ഥയിൽ നമുക്കറിയാം, ഈ സ്വർണ്ണപ്പണയത്തിന്മേൽ വായ്പ കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്കറിയാം. അത് അത്തരത്തിലുള്ള സ്ഥാപനം തുടങ്ങുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വായ്പകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ധാരാളം സ്വർണം കിടപ്പുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണം ഒരു വലിയ ഒരു ആസ്തി തന്നെയാണ്. സ്വർണത്തിൻ്റെ വില വർദ്ധിച്ചതോടുകൂടി സ്വർണ്ണ പണയം വെച്ചിട്ടുള്ളവർ അത് എടുക്കുന്നില്ലെങ്കിൽ അവരുടെ ആസ്തി വർദ്ധിക്കും. നേരെ മറിച്ച് അതെടുക്കാൻ കഴിയാതായിരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് വലിയ മാനസിക സമ്മർദ്ദം നേരിടുകയാണ്. കാരണം സ്വർണം പണയം വെച്ച് കഴിഞ്ഞു, അതെടുക്കാനുള്ള മാർഗമില്ല. അതിനുവേണ്ടി കൊള്ളപ്പലിശയ്ക്ക് ആരുടെ അടുത്ത് നിന്നെങ്കിലും കടമെടുക്കണം. എങ്ങനെ ഈ പണം കണ്ടെത്തും? ഇങ്ങനെ ഈ രീതിയിൽ വിവിധങ്ങളായ രീതിയിൽ നമ്മുടെ കേരള സമൂഹത്തിൽ ഈ സ്വർണ്ണവില വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്വർണത്തിൻ്റെ കള്ളക്കടത്ത് ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ അടുത്ത കാലത്ത് ഇറക്കുമതി തീരുവയിലൊക്കെ ഉണ്ടായ മാറ്റം വന്നതോടുകൂടി സ്വർണം കള്ളക്കടത്തായി കൊണ്ടുവരുന്നത് അത്രമാത്രം ആകർഷകം അല്ലാതായിട്ടുണ്ട്. എങ്കിൽ പോലും സ്വർണത്തിൻ്റെ കള്ളക്കടത്തും അതിൻ്റെ പലതരത്തിലുള്ള ഉപയോഗവും നമ്മുടെ കേരള സമൂഹത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പല തലങ്ങളിൽ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണവിലയുടെ ഈ വർധന കേരള സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം പലവിധ മാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്.